ഹലോ ഗായ്സ്, ഇന്നത്തെ പ്രത്യേക പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ചെറിയ ക്യാമറ എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 7M4 സോണിയുടെ 7M4 അപ്ഡേറ്റഡ് വേർഷനായിട്ടുള്ള 7M5 വന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാലും തിരക്കുകളാലൊക്കെ അത് ലഭിക്കുവാനായിട്ട് വൈകിപ്പോയി. അങ്ങനെ നമ്മൾ ഇന്ന് അത് എടുക്കാനായിട്ട് പതുക്കെ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 സന്താനങ്ങൾ ഉണ്ട്, ജെറമിയും നോറയും. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ 2 ശിഷ്യന്മാരുണ്ട്, ശിഷ്യന്മാരെ പിക്ക് ചെയ്യണം. ദേവന്മാർ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ പതുക്കെ ക്യാമറ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്നേക്കാൾ എക്സൈറ്റ്മെൻറ്റ് ഇവന്മാർക്കാണെന്നാണ് ഇവന്മാരുടെ മുഖത്ത് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ക്യാമറ എടുക്കും, ഇന്നെടുക്കും, നാളെ എടുക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ആ സുദിനം വന്നെത്തി നമ്മൾ പതുക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ തൃശ്ശൂരത്തെ ഇപ്പോൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലാത്ത റോട്ടിൽ കൂടെ പതുക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പം ഇവൻ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ചോദിക്കും, അപ്പോൾ ഇന്ന് വന്നോ, ഇന്ന് കിട്ടിയോ, ക്യാമറ കിട്ടിയോ? സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് തന്നെയാണ് ചോദ്യം. അങ്ങനെ ചോദിച്ച അവസാനം അവനെയും കൊണ്ട് ക്യാമറ എടുക്കാൻ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ക്യാമറ എടുക്കുന്നത് ക്യാംസോണിൽ നിന്നാണ്. അപ്പം സിയോൺ ക്യാമറാസിൻ്റെ ചാർലി ചേട്ടൻ്റെ അടുത്താണ് ഞാൻ ഈ പ്രാവശ്യം ക്യാമറ എടുക്കാനായിട്ട്, പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്യാംസോണിലെത്തി തൃശ്ശൂർ. നമ്മൾ പതുക്കെ ക്യാമറ എടുക്കാനായിട്ട് കയറുകയാണ്. ഓക്കെ, അപ്പം എനിക്ക് ഈ ക്യാമറയിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ ക്യാമറയിലേക്ക് പോകുന്നത്. ഒന്ന്, എൻ്റെ കയ്യിൽ ഓൾറെഡി സോണിയുടെ കിറ്റ് ലെൻസുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ M4-നേക്കാളും M5-ലുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ടിൽറ്റ് സ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ 6 അടി പൊക്കക്കാരനായതുകൊണ്ട് എനിക്കിങ്ങനെ വളഞ്ഞു നിന്നും കുനിഞ്ഞു നിന്നും ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടിൽറ്റ് സ്ക്രീൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ M4-ൽ ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. പിന്നെയുള്ളൊരു പ്രശ്നം, ഇതിൻ്റെ M4-ൻ്റെ സ്ക്രീൻ ക്വാളിറ്റി അത് ഭയങ്കര മോശമാണ്. അപ്പം ഇതിലെന്നെ എക്സൈറ്റിംഗ് ആക്കിയ കാരണം അതിൻ്റെ ഒരു സ്ക്രീൻ ക്വാളിറ്റി ബെറ്റർ ആണെന്നല്ല, വളരെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നി. അങ്ങനെ ക്യാമറ കയ്യിൽ കിട്ടി. അത് തുറക്കാനുള്ള വ്യഗ്രതയിലാണ് നമ്മുടെ സന്താനങ്ങൾ 2 സോ ഇതിൽ ഈ ക്യാമറയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഗ്രോത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ സ്കില്ലായാലും നമ്മുടെ നോളജായാലും നമ്മുടെ ഒരു എക്യുപ്മെൻ്റ് അപ്ഡേഷൻ ആയാലും ഒക്കെ നമ്മുടെ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗ്രോത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്യാമറ. ചില ഫ്ലാഗ്ഷിപ്പ് ക്യാമറയൊക്കെ ആണെങ്കിൽ ഒരു 5 വർഷം വരെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഇത് ഇപ്പോൾ ഹൈബ്രിഡ് ക്യാമറയാണ്, അതുകൊണ്ട് നമുക്കൊരു 3 വർഷം കൂടുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ ക്യാമറയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ ഈ ക്യാമറയെ പറ്റിയിട്ടുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ആൾക്കാർ ചോദിക്കാറുള്ള എത്ര രൂപയെന്നുള്ളതാണ്. ഈ ക്യാമറ ബോഡിയുടെ വില 2,20,000 രൂപയാണ്. ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം 2,16,000 ആണോ 20,000 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സെയിൽ നടക്കുന്നത് 2,20,000 രൂപയ്ക്കാണ്. സോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ക്യാമറ എടുത്തു. അതിൻ്റോടൊപ്പം എൻ്റെ പുതിയ 85-ന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫിൽറ്ററും വാങ്ങിച്ചു. അങ്ങനെ പതുക്കെ അവിടുന്ന് എസ്കേപ്പായി. M4 നിലവിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ M4-ൽ നിന്ന് M5-ലേക്ക് വരണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം. നമുക്കൊരു അപ്ഡേഷൻ ആവശ്യമാണെന്നൊരു തോന്നുന്നൊരു മൊമെൻറ്റിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ എൻ്റെ പഴയ M4 വിറ്റിട്ടല്ല M5-ലേക്ക് പോകുന്നത്. അത് ഓൾറെഡി എൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയായിട്ട് അല്ലെങ്കിൽ ബാക്കപ്പ് ക്യാമറയായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ക്യാമറയുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ യു ടേക്ക് കെയർ. ബൈ.